ആവേശം എന്ന ഫഹദ് ഫാസിൽ സിനിമ കാണാൻ കയറുന്ന എല്ലാവരും നല്ല ആവേശത്തോടെ ആയിരിക്കും സിനിമയിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആവാം. അത്രയധികം ആവേശം നിറഞ്ഞ ഒരു ഹോൾസം സെലിബ്രേഷൻ എന്ന് പറയാൻ പറ്റിയ സിനിമയാണ് ആവേശം. കഥയിലല്ല പ്രാധാന്യം, എങ്ങനെയാണ് ഈ പഴയ വീഞ്ഞിനെ എഴുതിയിരിക്കുന്നതിനാണ് കാര്യം. ഒരു സാധാ കഥ, അത്യാവശ്യം കുറച്ച് ക്ലീഷേ സീക്വൻസസ്, പക്ഷെ എവിടെയാണ് വ്യത്യസ്തത കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫഹദ് ഫാസിലിന്റെ ഗാങ്ങിനെ എഴുതിയതിലാണ്. അവിടെ ഡയറക്ടർ റൈറ്ററെ ജിത്തു ഒരു കൊളുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സിനിമയിൽ അത്രയും കളർഫുൾ ആക്കുവാണ്. ഡയറക്ടർ റൈറ്ററെ ജിത്തു മാധവന്റെ സെക്കൻഡ് മൂവിയാണ് ആഫ്റ്റർ രോമാഞ്ചം, ആൻഡ് ഈസ് വൺസ് അഗൈൻ പ്രൂവൺ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഇൻ ദ ബോളിവുഡ് ഇൻഡസ്ട്രി. 2 hours 38 minutes നമ്മൾ ഒട്ടും ബോറടിപ്പിക്കാണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് ആവേശത്തോടെ ഇരുത്താന്ന് വെച്ചാൽ വലിയൊരു സംഭവം തന്നെയാണ്. ഫാന്റാസ്റ്റിക് വർക്ക് ഇൻ ദാറ്റ്. റൈറ്റിംഗ് പാർട്ടിലാണെങ്കിലും ഫാഫ ആൻഡ് ഹിസ് ഗാങ്ങിന് ബെസ്റ്റ് ക്യാരക്ടറൈസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. രംഗണ്ണൻ അങ്ങനെ എല്ലാവരുടെയും ഭയങ്കര പ്യൂർ നല്ലവനായ വില്ലനൊന്നും അല്ല, പക്ഷെ എന്നിട്ടും നമ്മുടെ മനസ്സിൽ ഒരു സ്പേസ് കിട്ടണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും ഒരു ഫേവറേറ്റ് ക്യാരക്ടർ ആവണമെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ കിട്ടുന്ന ക്യാരക്ടർ ആയിരിക്കണം. പിന്നെ ഈവൻ രംഗണ്ണന്റെ കൂടെയുള്ള അമ്പാൻ നമ്മുടെ മനസ്സിലൊക്കെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. അത്രയും ക്യൂട്ടായിട്ടാണ് ഇവരെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാ ടെക്നിക്കൽ ക്രൂ ആണെങ്കിലും വേറെ ലെവൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, മ്യൂസിക്, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റണ്ട്, എല്ലാവരും ഈ സിനിമയെ കംപ്ലീറ്റ്ലി കളർഫുൾ ആൻഡ് ലൈവ്ലി ആക്കുവാണ്. സ്റ്റണ്ട് എടുത്ത് പറയുന്നത് എസ്പെഷ്യലി ക്ലൈമാക്സിലെ 5 seconds സൂപ്പർബ് ആയിരുന്നു. പിന്നെ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് അത്രയും ഇലക്ട്രിഫൈങ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം ഡൗൺ ആയ മൊമെന്റ് ഒക്കെ വരുമ്പോൾ ഈ മ്യൂസിക് ആണ് ഈ സിനിമയെ കംപ്ലീറ്റ്ലി ഉയർത്തിപ്പിടിച്ച് വെക്കുന്നത്. സുഷിന്റെ മ്യൂസിക് മേക്സ് സെലിബ്രിറ്റീസ് മൂവി എ ലോട്ട് മോർ. ഇനി കമ്മിങ് ബാക്ക് ടു ദ മെയിൻ പോസിറ്റീവ്, ഫാഫ ആസ് രംഗണ്ണൻ. ഫഹദ് ഫാസിൽ ഇതിൽ കാഴ്ചവെച്ച പെർഫോമൻസ് അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ഫഹദ് ഇന്റർവ്യൂവിൽ പറഞ്ഞാൽ ശരിയാണ്, അഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു അഴിഞ്ഞാട്ടമാണ് നമ്മൾ കംപ്ലീറ്റ് സിനിമയിലെ കാണുന്നത്. ഇത്രയും ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയ ഒരു ക്യാരക്ടറിനെ ഫഹദ് അല്ലാണ്ട് വേറെ ആർക്കും ഇത്ര എനർജി, ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടൊന്ന് പ്ലേ ചെയ്യാൻ പറ്റുന്ന ഉറപ്പാണ്. ഫഹദിന്റെ റീസെന്റ് ബെസ്റ്റ് ക്യാരക്ടർ ആൻഡ് മൂവിയാണെന്ന് തന്നെ പറയാം ആവേശം. പിന്നെ സച്ചിൻ കുബേർ സാമ്പൻ ഇത്രയും വളരെ ക്യൂട്ട് ആൻഡ് മെമ്മറബിൾ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ നമ്മുടെ സെക്കൻഡ് ഫേവറേറ്റ് സ്പോട്ട് എപ്പോഴും ആ ഒരു ആക്ടറിനായിരിക്കും. പിന്നെ ഒരു വേറൊരു പ്രായമായ വ്യക്തിയുണ്ട്, ഒരു സർപ്രൈസിങ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ട്. ശരിക്കുള്ള പേര് നഞ്ചപ്പ. പിന്നെ ഇതിലെ മെയിൻ 3 പിള്ളേർ മിഥുൻ, ഹിപ്സ്റ്റർ, ശാന്തൻ, ഇവർ 3 പേരും വളരെ നല്ല നാച്ചുറൽ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു കളർഫുൾ കേക്കിൽ ഐസിംഗ് ആണെന്ന് തന്നെ പറയാം. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഡള്ളായിട്ട് പോകുന്ന വ്യക്തിയും ഈ സിനിമയ്ക്ക് ഒരു മാജിക് ഉണ്ട്, അവരുടെ മൂഡ് മാറ്റാം. അത് ഞാൻ ഗ്യാരണ്ടി ചെയ്യണം. ഓവറോൾ ഒരു വൈബ് കളർഫുൾ എന്റർടൈനർ തന്നെയാണ് ആവേശം. ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യരുത്.